നേരത്തെ സ്കൂളുകളിൽ കുട്ടികളെ ചേർത്തേണ്ട പ്രായമായി പറഞ്ഞിരുന്നത് 6 വയസ്സായിരുന്നു. ഓർമ്മ സിനാമ്പുകളൊക്കെ രൂപപ്പെടുന്ന കാലമാണ് എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം 3 മുതൽ 6 വയസ്സ് വരെയാണെന്ന് പിന്നീടുള്ള പഠനങ്ങൾ പറഞ്ഞു. ആ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിൽ എല്ലാ കാര്യവും വളരെ അവതാളത്തിലായിരിക്കും. പക്ഷേ നിലവിലുള്ള നമ്മളുടെ സ്കൂൾ സംവിധാനങ്ങളിലൊക്കെ നോക്കിയാൽ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര ട്രെയിൻഡ് അല്ലാത്ത ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ സൗകര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു രീതിയായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഒരു പക്ഷേ ധാരാളം അഡ്മിഷൻ ഉണ്ടായാൽ പോലും ട്രെയിൻഡ് ടീച്ചേഴ്സിനെ അവിടെ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ശരിക്കും ഈ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റേജിലേക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വന്നപ്പോഴും NEP 3 വയസ്സ് മുതൽ സ്കൂളുകളിൽ അഡ്മിഷൻ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ വേണ്ട രീതിയിൽ സ്കൂളുകൾ നൽകുന്നില്ല. അതിന് നമുക്കെന്താണ് യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലെ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് അഷ്റഫ് സാർക്ക് എന്താണ് സംസാരിക്കുന്നത്? ഓക്കെ, ഗുഡ്സ്. ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ ഫോൺ ചെയ്യപ്പെടുന്നത് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് 8 വയസ്സ് വരെയുള്ള കാലം. 8 വയസ്സ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ കുട്ടി 2ാം ക്ലാസ്സിലെത്തുന്ന കാലം. ഈ കാലയളവിലാണ് ഒരു സ്കൂളിൽ ഏറ്റവും കോമ്പറ്റൻ്റായ അധ്യാപകരുണ്ടായിരിക്കുക. പക്ഷേ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ആ ഭാഗത്തേക്ക് ലഭിക്കാറില്ല. കോമ്പറ്റൻ്റായ അധ്യാപകരെ ലഭിക്കാതിരിക്കുക, ആ രീതിയിലുള്ള സമീപനമില്ലാതിരിക്കുക, ഇത് പലപ്പോഴും ബാധിക്കുക കുട്ടികളുടെ 2 ഏരിയയാണ്. ഒന്ന്, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കുന്നുണ്ട്. പഠനത്തിൽ അടിസ്ഥാനമായി ലഭിക്കേണ്ട പല ശേഷികളും ലഭിക്കാതെ പോകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ഇത് പലപ്പോഴും പുറത്തു വരിക കുട്ടി മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോഴാണ്. നേരത്തെ സാർ പറഞ്ഞു, NEP തന്നെ സൂചിപ്പിക്കുന്ന ലേണിംഗ് ഗ്യാപ്പ് ഇത് മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ പുറത്തു വരുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് സ്കൂളുകൾ. ഇതിന് പരിഹാരം കണ്ടാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് സ്കൂളുകൾക്ക് പ്രൊഡക്റ്റീവായ മനുഷ്യരെ പുറത്തുവിടാൻ പറ്റൂ. അപ്പോൾ അതിന് പരിഹാരം എന്നോണം ഈ പാപ്പിയോൺ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് EC സെറ്റ്, ഏർലി ചൈൽഡ്ഹുഡ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ്. 2ാം ക്ലാസ് വരെയുള്ള pre-KG മുതൽ 2ാം തരം വരെയുള്ള അധ്യാപകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസിനെയും അവരുടെ കോമ്പിറ്റൻസിയെയും ഡെവലപ്പ് ചെയ്ത് അത് സ്കൂളിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ രൂപപ്പെടുന്നതിൽ അവരെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഈ 100 മണിക്കൂർ പ്രോഗ്രാം. NCFFSൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ഡൊമൈനുകളുണ്ടല്ലോ, 5 ഡൊമൈനുകളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പലപ്പോഴും കൊഗ്നിറ്റീവ് ഡൊമൈനിൽ മാത്രമാണ് ഒരു ട്രഡീഷണൽ സ്കൂളിങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന രീതി. അതിനെ മാറ്റി ഈ 5 ഡൊമൈനുകളിലേക്കും കുട്ടിയുടെ ഫിസിക്കൽ, അതുപോലെ സോഷ്യോ ഇമോഷണൽ, എത്തിക്കൽ, അതുപോലെ കൊഗ്നിറ്റീവ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, എസ്തെറ്റിക് ഡൊമൈൻ, ഈ എല്ലാ ഡൊമൈനുകളെയും കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള നല്ല അധ്യാപികമാരെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് EC സെറ്റ് എന്ന് പറയുന്ന പദ്ധതി പാപ്പിയോൺ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് NCERT കൊണ്ടുവന്ന HPC, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. കൃത്യമായി ആദ്യത്തെ 3 വർഷത്തെയും പിന്നീട് അവിടെ നിന്നുള്ള 2 വർഷത്തെയും, അതായത് 1-2 ക്ലാസ്സുകളിലേക്കുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള HPCയുടെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിൻ്റെ രൂപം, അതിൻ്റെ ഫോർമാറ്റ് NCERTയും CBSEയും ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അത് കൃത്യമായി എല്ലാ തലങ്ങളിലും 360 ഡിഗ്രിയിൽ കുട്ടിയെ വളർത്തിയെടുക്കുന്ന തരത്തിൽ എങ്ങനെ ഒരു നല്ല ECCE എഡ്യൂക്കേറ്റർ ആവാം എന്നതാണ് EC സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. കേരളത്തിൽ ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നല്ല കോമ്പറ്റൻ്റായ ECC ടീച്ചേഴ്സിനെ, ഈ ടീച്ചേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് EC സെറ്റ്. ഇത് 3 മോഡലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 100 മണിക്കൂർ ഹൈബ്രിഡ് മോഡൽ, മറ്റൊന്ന് 60 അവർ ഓൺ ക്യാമ്പസ് മോഡൽ, മറ്റൊന്ന് കംപ്ലീറ്റ് ഓൺലൈൻ മോഡൽ. ഇത് ഏത് മോഡൽ വേണമെങ്കിലും സ്കൂളുകൾക്ക് ഇത് ഒപ്റ്റ് ചെയ്യാവുന്നതാണ്.